മാവേലിക്കര ജോയിന്റ് ആർടി ഓഫീസിന് കീഴിൽ സ്ഥിരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുമുള്ള സ്ഥലങ്ങൾ എംഎൽഎയും ഉന്നത ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. എംഎൽഎ എം.എസ്. അരുൺകുമാറും കെഎസ്ആർടിസി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് സന്ദർശനത്തിനെത്തിയത്. മാവേലിക്കര ജോയിന്റ് ആർടി ഓഫീസിന് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് സ്ഥിരം സംവിധാനം നിർമ്മിക്കുന്നതിന് കണ്ടെത്തിയ കെഎസ്ആർടിസി മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പ് വളപ്പും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് കണ്ടെത്തിയ മാവേലിക്കര സബ് ഡിപ്പോ വളപ്പുമാണ് എംഎൽഎ എം.എസ്. അരുൺകുമാർ, കെഎസ്ആർടിസി മോട്ടോർ വാഹന വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.പി. ഗണേഷ് കുമാറുമായി എംഎൽഎ നടത്തിയ ചർച്ചകളുടെയും നിരന്തരമുള്ള ഇടപെടലിന്റെയും ഫലമായാണ് മാവേലിക്കരയുടെ ദീർഘകാലത്തെ ആവശ്യങ്ങളായ ഇരു പദ്ധതികളും നടപ്പാകാൻ പോകുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിനായി 21 ലക്ഷം രൂപ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഭരണാനുമതിക്കായി കാത്തിരിക്കുകയാണ്. കെഎസ്ആർടിസിയുടെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനും പദ്ധതിയുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി മോട്ടോർ വാഹന വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. റീജിയണൽ വർക്ക്ഷോപ്പ് വളപ്പിലെ 55 സെന്റ് ഭൂമിയിലാണ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കുന്നത്. സംസ്ഥാനത്തെ 6 കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ 23 മീറ്റർ വീതിയിലും നീളത്തിലും ആണ് ഗ്രൗണ്ട് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു ചുറ്റും 1/2 മീറ്റർ വീതിയിൽ സ്ഥലം ക്രമീകരിക്കും. ശുചിമുറിയും മറ്റ് ആധുനിക സംവിധാനങ്ങളും ഉണ്ടാവും. നിലവിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാവേലിക്കരയിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ചാരുമൂട്ടിലുമാണ് ടെസ്റ്റ് നടത്തിവരുന്നത്. ഗ്രൗണ്ട് തയ്യാറാകുന്നതോടെ ഇവിടെയും കരിമുളക്കലിലുമായി ടെസ്റ്റ് നടക്കും. കേരളത്തിലാദ്യമായാണ് 2 വീലർ, 4 വീലർ, ഹെവി ലൈസൻസ് ടെസ്റ്റുകളും ഇവയ്ക്കെല്ലാമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളും ഒരു ഗ്രൗണ്ടിലെത്തിക്കുന്നത്. റീജിയണൽ വർക്ക്ഷോപ്പിലെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ അടക്കം ബോഡി നിർമ്മാണവും അറ്റകുറ്റപ്പണികളും കൂടി എത്തുന്നതോടെ മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പ് സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രമായി മാറുമെന്ന് എംഎൽഎ പറഞ്ഞു. കെഎസ്ആർടിസിയുടെ പെട്രോൾ പമ്പിന് പിന്നിലായി തെക്കുവശത്ത് റോഡിന് അഭിമുഖമായാണ് 2 നിലകളിലായി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തെ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 93 ലക്ഷം രൂപ ഇതിനായി വിനിയോഗിക്കും. കടമുറികൾ, കെഎസ്ആർടിസി ഓഫീസ് സംവിധാനം, യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം, വിശ്രമ കേന്ദ്രം, സെക്യൂരിറ്റി ക്യാബിൻ, മുലയൂട്ടൽ കേന്ദ്രം എന്നിവ അടക്കമുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. എംഎൽഎക്കൊപ്പം മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ കെ.വി. ശ്രീകുമാർ, നഗരസഭാ സെക്രട്ടറി മേഘ മേരി കോശി, കൌൺസിലർ അനി വർഗീസ്, ലളിത രവീന്ദ്രനാഥ്, കെഎസ്ആർടിസി പ്രോജക്ട് ജനറൽ മാനേജർ ജോഷുവ ബെനറ്റ് ജോൺ, മധ്യമേഖല ജനറൽ മാനേജർ റോഷ്ന അലിക്കുഞ്ഞ്, സ്റ്റാഫ് ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ R.S. സലീംകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ലേഖ ഗോപാലൻ, മാവേലിക്കര ജോയിന്റ് ആർടി M.G. മനോജ്, MBI N. പ്രസന്നകുമാർ, റീജിയണൽ വർക്ക്ഷോപ്പ് വർക്ക്സ് മാനേജർ T. സുനിൽകുമാർ, ഡിപ്പോ എഞ്ചിനീയർ G. കിഷോർ, ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ C. വിജയകുട്ടൻ എന്നിവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.